നമ്മുടെ ചുറ്റുവട്ടത്തൊരു സംഭവ വികാസം ഉണ്ടാകുമ്പോൾ അതിന് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ മാനങ്ങളുണ്ടെങ്കിൽ, അതിന് രാഷ്ട്രീയമായ മാനമുണ്ടെങ്കിൽ, അതിന് സാമ്പത്തികമായ മാനമുണ്ടെങ്കിൽ, അതിന് സൈനികമായ മാനമുണ്ടെങ്കിൽ, അത്തരം ഒരു സംഭവ വികാസം നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിനോട് നമ്മളല്ലാത്ത രണ്ട് കക്ഷികളാണ് എന്ന് വിചാരിച്ചോ, നമ്മളല്ലാത്ത രണ്ട് കക്ഷികൾ ഒരു സംഭവ വികാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിന് സാമ്പത്തിക മാനമുണ്ട്, അതിന് രാഷ്ട്രീയ മാനമുണ്ട്, അതിന് സൈനിക മാനമുണ്ട്. അങ്ങനെ ഒരു സംഭവ വികാസം നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിനോടുള്ള സമീപനം, നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടത് അവരുടെ അഖീദ എന്താണ്, അവരുടെ വിശ്വാസം എന്താണ്, അവർക്ക് ഇസ്ലാമിനോടുള്ള സമീപനം എന്താണ് എന്ന് നോക്കിയിട്ടാണോ? നോക്കിയിട്ടല്ല. അവരുടെ അഖീദ എന്തുമാകട്ടെ, അവർക്ക് ഇസ്ലാമിനോടുള്ള കാഴ്ചപ്പാട് എന്തുമാകട്ടെ, ഈ പ്രശ്നത്തിലെ ശരിയും തെറ്റും, പ്രശ്നത്തിലെ നീതിയും അനീതിയും എന്താണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ആ വിഷയത്തിലെ സമീപനമെടുക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത്. മറിച്ച് നിലപാട് സ്വീകരിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ അങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതും അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. നിലപാടുകൾ എടുക്കുമ്പോൾ നീതിപൂർവ്വം നിലപാടെടുക്കണം. നമ്മുടെ വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, സാമൂഹ്യ ജീവിതത്തിലും, രാഷ്ട്രീയ ജീവിതത്തിലും, അന്താരാഷ്ട്ര തലത്തിൽ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്.